പ്രിയപ്പെട്ടവരെ അഭയഭവനിലാണ് കേട്ടോ. 27 വർഷമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. നമ്മുടെ മേരി ആൻ്റണിയാണ് ഇതിന് എഫോർട്ട് എടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ നമ്മുടെ അഭയം ഭവനിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന അഭയഭവനാണ് ഇപ്പോൾ അവിടെയാണ്. അവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ എത്ര വർഷമായി നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്? 27 വർഷമായി. 27 വർഷമായി. ഇതിലിപ്പോൾ ഇത് എല്ലാതും മേരി ആൻ്റണിയാണോ എല്ലാ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ തന്നെയായിരുന്നു. നിങ്ങളെ സ്പോൺസർ പുറത്തുനിന്ന്? അല്ല, സ്പോൺസർ മറ്റ് പല സ്ഥലത്തുനിന്ന് എല്ലാവരും സഹായിക്കും. ജാതി മതമൊന്നുമില്ലാതെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സഹായമുണ്ട്. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ 450 പേരും 52 ജോലിക്കാരുണ്ട്. അങ്ങനെ 500 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടെ. 18 വയസ്സിന് മുകളിലുള്ള തെരുവിലുള്ള മാനസിക രോഗികളാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ വളരെ ചുരുക്കം പേര് മാത്രമാണ് വീട്ടുകാരുള്ളത്. അപ്പോൾ ഈ 27 വർഷത്തെ എൻ്റെ എന്താ പറയുക, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ അത് ഉരുകിത്തീരുന്ന പോലെ ഉരുകിത്തീർന്ന ഒരു സ്ഥാപനമാണത്. ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു ജീവിതം. പക്ഷേ എന്നിരുന്നാലും അവരെ വളരെ മനോഹരമായിട്ട് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകണം, അവരുടെ ഓപ്പറേഷനൊക്കെ ഉണ്ട്. പിന്നെ സൈക്കാട്രി മരുന്ന് വേണം, മരുന്നിന് നല്ല സാമ്പത്തിക ചെലവുണ്ട്. ഭക്ഷണം വേണം, 3 നേരം അവർക്ക് ഭക്ഷണം വേണം. അതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതുപോലെ ടെലിഫോൺ ബില്ല്, കറണ്ട് കാശ് എല്ലാം ഒത്തിരി ചിലവുകളേറിയതാണ് ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബമായതുകൊണ്ട്. പക്ഷെ നമുക്ക് വളരെ തുച്ഛം സഹായം മാത്രമാണ് കിട്ടണത്. പിന്നെ നമുക്ക് കെട്ടിടങ്ങളൊക്കെ ഓരോരുത്തർ കുറച്ച് പൈസകൾ തന്നാണ് കെട്ടിടമൊക്കെ വെച്ചത്. ഇനിയിപ്പോൾ ഒരു ക്ലിനിക്കിൻ്റെ ആവശ്യമുണ്ട്. ഒരു ഡോക്ടർ നമുക്കവിടെ ഇരുത്തണം. ഇവർക്ക് പെട്ടെന്ന് അസുഖം വരുമ്പോൾ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്ലിനിക്കിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് ആ ക്ലിനിക്ക് പെട്ടെന്ന് പണിയാൻ പറ്റും. അപ്പോൾ അത് പണിതാൽ ഈ കിടക്കുന്ന രോഗികൾ ഏതാണ്ട് 160ഓളം പേര് കിടപ്പ് രോഗികളാണ്. അപ്പോൾ ആ കിടപ്പ് രോഗികളെ ഏത് സമയവും നമുക്കെടുത്ത് ഓടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്ലിനിക്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഡോക്ടർ ഇരുത്താം. അപ്പോൾ പെട്ടെന്നുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഡോക്ടർ സഹായം നമ്മുടെ സ്ഥലത്ത് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പോരായി വന്നാൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അങ്ങനെയൊക്കെ കടന്നു. അങ്ങനെയാണ്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് ഞങ്ങളൊരു സാബിറ എന്ന് പറഞ്ഞൊരു രോഗിനെ അവിടെ ട്രീറ്റ്മെൻറ്റ്, അവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 2 പ്രാവശ്യമായി പല ഹോസ്പിറ്റലിലും നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് അവിടെ കോടതി പ്രകാരം നമ്മുടെ അഡീഷണൽ PRO കരീം പ്രകാരമാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 2 വാക്ക് കരീം ചോദിക്കാം. കരീമാണ് നമ്മുടെ ഒറ്റപ്പാലത്ത്, ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വടക്കേപ്പാതയിലുള്ള സാബിറാനായിട്ട് വന്നാണ് ഈ സ്ഥാപനത്തിൽ. ഇവിടെ വന്ന ശരിക്കല്ലേ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ പറയാൻ വാക്കുകളില്ല. കാരണം ഈ സാബിറാക്ക് വർഷങ്ങളോളമായി മെൻ്റൽ പേഷ്യൻ്റായിരുന്നു. എൻ്റെ അറിവിൽ തന്നെ കോടതി മുഖാന്തരം 5 പ്രാവശ്യം അവരെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഇത് 5ാമത്തെ പ്രാവശ്യമാണ്. കാരണം അവരെ ഈ സാബിറാനെ നോക്കുന്നത് അവരെ താത്തയാണ്. താത്താക്കിപ്പോൾ പ്രായമായി സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബദ്ലഹനിലേക്ക് കൊണ്ടുവരാനുള്ളൊരു കാരണം. ഇവിടെ സാബിറാനെ പോലെ മറ്റു നമ്മളെപ്പോലെയൊക്കെയുള്ള ചുരുക്കം പറഞ്ഞ ഒരു 500ഓളം ആളുകൾ ഇവിടെയുണ്ട്. കാരണം കേരളത്തിൽ ഇന്നത്തെ വരെ കാണാത്ത ഒരു അത്ഭുതമാണ് ഇവിടെ നമ്മളെ മേരി സിസ്റ്റർ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ആദ്യം മേരി സിസ്റ്ററോടും ഇവിടുത്തെ സ്റ്റാഫുകളോടും നമ്മൾ നന്ദി പറയുകയാണ്. അപ്പോൾ സാബിറാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി സാബിറാക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ കൊടുത്തു. സാബിറാനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തു. ഇനി ഞങ്ങൾ പോവുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും കഴിയുമെങ്കിൽ ഈ സ്ഥാപനത്തിനെ സഹായിക്കണം, സഹകരിക്കണം. എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ ഒരു സായാഹ്നമാണിത്. 2 ദിവസം മുമ്പ് NCFKയുടെ കരീം ഒറ്റപ്പാലം സാഹിബ് എന്നെ വിളിക്കുകയും അദ്ദേഹവുമായിട്ടുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് സജീർ പഴയന്നൂരുമായിട്ടുള്ളൊരു സൗഹൃദമാണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു അനാഥത്വം അനുഭവിക്കുന്ന ഒരു പാവം സഹോദരിയെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇവരെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പോവുകയുണ്ടായി. പക്ഷേ പല സ്ഥലങ്ങളിലും അവർ അനാഥത്വം അനുഭവിക്കുന്നത് കൊണ്ടും സാമ്പത്തിക പരാധീനതകളുള്ളത് കൊണ്ടും മറ്റു പലരും ബുദ്ധിമുട്ട് പോലെ പറഞ്ഞപ്പോൾ 2 കൈകളും നീട്ടി നമ്മുടെ അഭയഭവൻ പൂവപ്പടിയിലുള്ള മേരി എസ്തപ്പാൻ ചേച്ചി
അവർ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. ഒത്തിരി സന്തോഷം. കാരണം ഇത്തരത്തിലുള്ള ഒത്തിരി ആളുകളെ ഞങ്ങൾ സ്വാന്തനം ജീവകാരുണ്യ കൂട്ടായ്മ മുഖേന തെരുവിലലയുന്ന ഒട്ടനവധി ആളുകളെ ഈ വൃദ്ധസദനത്തിൽ ഈ ബത്ലഹേം അഭയഭവൻ കൂവപ്പടിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി, സ്വന്തമായിട്ട് ഈ 500ഓളം പേഷ്യൻസിന് കിടക്കുവാനായിട്ട് സൗകര്യമുണ്ടെങ്കിലും അവർക്ക് ചികിത്സയ്ക്കായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. സ്വന്തമായിട്ടൊരു ക്ലിനിക്കും അത് മുഖാന്തരം ഒരു ഡോക്ടറും ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ആരെങ്കിലുമൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ അവർക്ക് ചെയ്യണമെന്നും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പെരുമ്പാവൂരുള്ള ഈ ബത്ലെ അഭയഭവൻ വളരെ ഭംഗിയോട് കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. വീട്ടമെന്ന ഉപരി നമ്മുടെ മേരി സിസ്റ്റർ 27 വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പാലക്കാട് നിന്ന് ഒരു സാബർ സ്ഥാപനായിട്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് എത്തിയത്. ഇവിടെ നോമ്പ് തുറപ്പിക്കലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞിരുന്നു. വളരെ ഭംഗിയായിട്ട് ഇവർ ഞങ്ങളെ നോമ്പൊക്കെ തുറപ്പിച്ച് വിട്ടു. എന്താ പറയണ, ഈ സ്ഥാപനത്തിൽ എന്ന് പറയണത് ഇവിടെ 500 പരം പ്രിയപ്പെട്ടവർ താമസിക്കുന്നുണ്ട്. പിന്നെ 52 സ്റ്റാഫുകൾ തന്നെ ഇവിടെ ഉണ്ട്. 52 സ്റ്റാഫുകൾക്ക് ഒരു മാസം സാലറി വരുന്ന 9 ലക്ഷം രൂപ. നമ്മുടെ പ്രിയപ്പെട്ടവരെ ചെലവ് ഒരു ദിവസം വരുന്നത് 35,000 രൂപയാണ്. ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ കാണുന്ന ആളുകളെ സഹായിക്കേണ്ടതാണ്. കാരണം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ എപ്പോഴും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിന് ഒരു ക്ലിനിക്ക് ഇടാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥാപനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ തന്നെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും, ഈ വീഡിയോ കാണുന്നവരും എല്ലാവരും ഇതിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക്, ഇതിൻ്റെ സ്കാനർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിലേക്ക് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും തന്നെ ഉൾക്കൊള്ളാതെയും കൈവിടാതെ പോകും. ചേച്ചിയടക്കമുള്ള ആളുകളും ഇവിടെയുള്ള സ്റ്റാഫുകൾ, നേഴ്സുമാരടക്കമുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് ഇപ്പോൾ സന്തോഷത്തിൽ ഈ പറയണത്. കണ്ട, നേഴ്സുമാരാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തുണ്ട് സ്റ്റാഫ്. കണ്ടാ നമ്മളെ സ്ഥാപനത്തിൽ ഒരാൾ അവിടെ ഇവിടെ നിന്നോ. അപ്പോൾ എല്ലാവരും പെട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്റ്റാഫ് അടക്കം എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ ചേച്ചി അടക്കം ഞാനടക്കം ഈ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ ആളുകളും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കുക. ഓക്കെ ബൈ.